പൃഥ്വിരാജ് എന്ന നടനും സംവിധായകനും 3 സിനിമകൾ സംവിധാനം ചെയ്തതിൽ 3ലും ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇത്ര കോൺഫിഡൻസ് എന്ന് ചോദിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞൊരു മറുപടി, അത് എനിക്ക് അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ അത്രത്തോളം വിശ്വാസമുണ്ട്, മാത്രമല്ല ദീപക് ദേവിന്റെ കരിയറിൽ തന്നെ എമ്പുരാൻ മികച്ചൊരു സിനിമയായിരിക്കുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. അത് തീർച്ചയായിട്ടും പൃഥ്വിക്ക് എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത് ആണ് പൃഥ്വിക്ക് എപ്പോഴും ഇഷ്ടം. ഇപ്പോൾ ഈ ഡിഫറെൻറ്റും എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യുമ്പോൾ പൃഥ്വിയുടെ എല്ലാ എന്താ പറയണ്ടേ ഇങ്ങനത്തെ ഓരോ ക്രേസിന് കൂടെ ഞാൻ നിന്ന് അതിനോട് അച്ചീവ് ചെയ്യാനുള്ളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നത് പൃഥ്വി എനിക്ക് തോന്നുന്നു വളരെ ഇംപ്രസ്ഡ് ആണ്. അത് പിന്നെ നമ്മൾ തുടങ്ങിയതും 2009 തൊട്ട് തുടങ്ങി. അതിനുശേഷം പല ടൈപ്പ് മൂവീസ്, ഇപ്പോൾ ഉർമി പോലത്തെ പടങ്ങൾ ചെയ്തു, ലൂസിഫർ ചെയ്തു, 7th ഡേ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ പല ജോണറിലുള്ള പടങ്ങൾ തേജാബായ് പോലത്തെ പടം ചെയ്തു, ബ്രോ ഡാഡി ചെയ്തു. അപ്പോൾ ഇതെല്ലാം വളരെ വളരെ എന്താ പറയുക, ഇതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ എല്ലാം വേറെ വേറെ ജോണേഴ്സാണ്. ഇപ്പോൾ ഓരോ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് ആ ടെംപ്ലേറ്റിനെ ചേസ് ചെയ്യാനുള്ളൊരു ശ്രമം നമ്മൾ രണ്ടുപേരും ഈക്വലി ക്രേസിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വൈബും ഒരു കുറേ മാച്ച് ആവുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പൃഥ്വിക്ക് എപ്പോഴും എൻ്റെ മ്യൂസിക്കും എനിക്കും. പിന്നെ പൃഥ്വി എന്ന് പറഞ്ഞാലൊരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ആക്ടറിനേക്കാളും കൂടുതൽ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യുന്നൊരു ബോണ്ടുണ്ട്. അപ്പോൾ അത് കാരണമാവാം ആ കെമിസ്ട്രി എപ്പോഴും വർക്ക് ചെയ്യുന്നത്.